വയനാട് വഴി കൂർഗി പോകാൻ ഭയങ്കര രസമാട്ടോ. താമരശ്ശേരി ചുരമൊക്കെ ഇങ്ങനെ കയറി നല്ല മലയും നല്ല സീനറികളൊക്കെ കണ്ടിങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. കൂർഗിലിപ്പോൾ വളരെ നല്ല ക്ലൈമറ്റുമാണ്, നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ. ഈ ഒരു ഡിസംബർ ജനുവരി ആയിട്ടും കൂടി നാട്ടിൽ തീരെ തണുപ്പൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കൂർഗിലേക്ക് പോയിട്ടോ. കൂർഗിൽ നിറയെ കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ്. പോണ വഴി വയനാട് ചുരമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് നിറയെ തേക്കുകൾ ഇങ്ങനെ കാണാം കേട്ടോ. രണ്ട് സൈഡും വഴിയുടെ രണ്ട് ഭാഗത്തും നിറയെ ഇങ്ങനെ ഫോറസ്റ്റും തേക്കും ഒക്കെ കണ്ടിങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ കൂർഗ് എത്തിയെന്ന് മനസ്സിലാകുമ്പോൾ നമുക്കിങ്ങനെ കാപ്പിത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴാട്ടോ നിറയെ കാപ്പിത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. കുറേ ചുവന്ന പൂക്കളുള്ള ചെടികളും കുറേ സിൽവർ ഓക്കിൻ്റെ മരങ്ങളും തേക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാപ്പിച്ചെടികൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഫുള്ള് കാണുന്നുണ്ട്. പണ്ട് കൂർഗ് ശരിക്കും ഓറഞ്ചിനാണ് ഫേമസ് ആയിരുന്നത്. ഇപ്പോഴാണ് കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ കേട്ടോ ഈ കൂർഗിൽ ഫുള്ള് കാപ്പിയായി മാറിയിട്ട്. ഇപ്പോൾ ഓറഞ്ചൊന്നും വല്ലാണ്ട് കാണാനില്ല. മെയിൻലി നമുക്ക് കാണുന്നത് കാപ്പിത്തോട്ടങ്ങളാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കൂർഗിൽ എൻട്രി ചെയ്യാണ്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ കൂർഗിലെത്തി കേട്ടോ. വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയാണ് ഞങ്ങൾ റിസോർട്ടിലെത്തിയത്. ഇങ്ങനെ പോണ വഴി നല്ല ബോഗെയിൻ വില്ലകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കുറേ വീടുകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ വെറുതെ ഒരു ഭംഗി കണ്ടപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂർഗ് ക്ലിഫ് റിസോർട്ടിലെത്തി ഒരു 6 മണിയോട് കൂടി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഉള്ള പാക്കേജാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മളിങ്ങനെ എൻട്രൻസിൽ തന്നെ 4 മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളുടെ ഇങ്ങനെ കൊത്തുമണിയൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. സിമൻ്റ് കൊണ്ട് ചെയ്തതെന്ന് തോന്നുന്നു. മരത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ എൻട്രൻസിലൊക്കെ തന്നെ ഇങ്ങനെ വെൽക്കം ചെയ്യാനുള്ള കുറേ ലേഡീസിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല വിശാലമായ ഒരു റിസപ്ഷനാണ്. റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഇവരുടെ പ്ലാന്റേഷൻ്റെ ഒരു വലിയ കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട്. ഇവരുടെ പ്ലാന്റേഷനിൽ ഉണ്ടായ കാപ്പിയുടെ തന്നെ ശർക്കരയും ജിഞ്ചറും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കോഫിയാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കോഫി ആയിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. ഈ ക്ഷീണിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയത്. ഫുള്ള് ഇങ്ങനെ ഗാർഡനിലൊക്കെ ഇങ്ങനെ ഗ്രീനും റെഡും ഒക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ചെക്കിനൊക്കെ വളരെ ഈസി ആയിട്ട് നടന്നു കേട്ടോ. അങ്ങനെ അവർ നമ്മളെ കോട്ടേജിലേക്ക് കൊണ്ടാക്കി. ഇങ്ങനെ താഴെ 2 റൂം, മുകളിൽ സ്റ്റെപ്പ് കയറിയിട്ട് 2 റൂം, അങ്ങനെയാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള കോട്ടേജുകളാണ്. ഓരോ കോട്ടേജിലും 4 റൂം അങ്ങനെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ഞങ്ങളിങ്ങനെ 2 സൈഡ് ബൈ സൈഡായിട്ടുള്ള റൂമുകളെടുത്തത് കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ കൂടെ. ഇവിടെ നിന്നുള്ള റൂമിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ബാൽക്കണി ഉണ്ട്. 2 റൂംസിലും ബാൽക്കണി, പിന്നെ നടുക്ക് കോമൺ ആയിട്ടൊരു ബാൽക്കണി ഉണ്ട്. ഭയങ്കര കിഡിലൻ വ്യൂ ആണ് കേട്ടോ. പകൽ നോക്കുമ്പോഴേ ശരിക്കും കാണുള്ളൂ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്, രാവിലത്തെ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വ്യൂ കാണുന്നില്ല. എന്നാലും ഫുള്ള് മലയും ആകാശവും കാടും എല്ലാം കൂടി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റും തണുപ്പും കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടോ ആ ബാൽക്കണിയിൽ ഇരിക്കാൻ. ഫുള്ള് നമ്മൾ കാടൊക്കെ വെച്ചിട്ടുള്ള സെൻസറൊക്കെ ഉള്ള ലോക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിലുള്ള കൊത്തുപണിയൊക്കെ ഉള്ള നല്ല വുഡൻ കട്ടിലാണ്. പിന്നെ വലിയ ലോങ് കർട്ടൻസും AC ഫാനും ഒക്കെ ഉണ്ട് കേട്ടോ. AC ഒന്നും ഇടേണ്ടി വന്നില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ 2 ചെയറും ഒരു ടീപ്പോയും അങ്ങനെ വലിയൊരു TVയും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്മാർട്ട് TV ഉണ്ട്. വെള്ളവും ഒക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് വെള്ളം, കോഫി, ടീ പാക്കറ്റ്സ് മാത്രമല്ല പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ ഒരു ടീപ്പോയി ഉണ്ട്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള റാക്കുകളുണ്ട്. പിന്നെ നല്ല ഒരു കബോർഡ് ഉണ്ട് കേട്ടോ. വലിയ കബോർഡ്, നല്ല സ്പേഷ്യസ് ആയ കബോർഡും. പിന്നെ നമ്മളെ വാല്യുബിൾസൊക്കെ വെക്കാനൊരു ലോക്കറുണ്ട്. ഡ്രസ്സൊക്കെ തൂക്കിയിടാൻ ഹാങ്ങേഴ്സും, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ല ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഷേവിങ് സെറ്റ്, അങ്ങനത്തെ എല്ലാ ടോയ്ലറ്ററീസും സോപ്പും സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂം ആണെങ്കിൽ സെപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെ കുളിക്കുന്ന ഏരിയയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്ലാസിൻ്റെ കേസിലൊക്കെയാണ്. പിന്നെ വാഷ് ഏരിയ സെപ്പറേറ്റ് ആണ്. അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കതായി ടേബിളിൽ വെച്ചേക്കുന്ന കൊക്കക്കോള, 7up, പെപ്സി ഒക്കെ ഫ്രീ ആണ് കേട്ടോ. കോംപ്ലിമെൻ്ററി ആണ്. ഒരു ചെറിയ മിനി ഫ്രിഡ്ജ്, അതിനകത്തും കുറച്ച് 7up, കൊക്കക്കോളയും മാഗിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ എല്ലായിടത്തും ഇതൊക്കെ പെയ്ഡ് ആയിട്ടുണ്ടാവാറ്. ഇവിടെ എല്ലാം കോംപ്ലിമെൻ്ററി ആണെന്നാണ് അവർ പറഞ്ഞത്. ലേസും മഞ്ചും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി. ഒരു ചെറിയ ടേബിളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് തൊട്ടങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നല്ലൊരു പ്ലേ ഏരിയയാണ്. ഫുള്ളിങ്ങനെ ബാംബൂസാണ്. 2 സൈഡിലും ബാംബൂസായിട്ട് കാണാൻ നല്ലൊരു വൈൽഡ് ലുക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു കിഡ്സ് പാർക്ക് ഉണ്ട്. കുറച്ച് ഊഞ്ഞാലകളും അങ്ങനെ കുറച്ച് സീസോയും അങ്ങനത്തെ കുറച്ച് സ്ലൈഡുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള. കുട്ടികൾ അത്യാവശ്യം ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് കളിച്ചു കേട്ടോ. ഡിന്നറും അവിടുത്തെ ഭയങ്കര കിട്ടില്ല ഡിന്നറാണ് കേട്ടോ. ബുഫേ ഡിന്നറാണ്. ഡിന്നർ പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോംബോ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്.
കാരണം നമ്മൾ ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ എന്തായാലും ആ റേറ്റിനേക്കാൾ കൂടുതൽ വരും. റൂം റേറ്റിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു 6 പേർക്ക്, ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഡിന്നർ നമ്മൾ എക്സ്ട്രാ എടുക്കുമ്പോൾ ഒരു 2000 സംതിങ് ആണ് ഒരു ദിവസത്തിനുള്ള ഡിന്നർ എക്സ്ട്രാ വന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു റിസോർട്ട് ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ഒരു ഡിന്നർ ഒരാൾക്ക് എടുക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു 1000 ഒക്കെ തന്നെ 800 1000 എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യേണ്ടി വരും നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ കോംബോ ആയിട്ട് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ അങ്ങനെ ഫുള്ള് ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. കോമ്പൗണ്ടൊക്കെ ശരിക്കും 10-35 ഏക്കർ വരുന്ന വലിയൊരു എസ്റ്റേറ്റാണ്. ബാക്കി മോർണിംഗ് വാക്കിന് നമ്മൾ എസ്റ്റേറ്റ് വാക്കിനൊക്കെ പോകുന്നുണ്ട്. 2 സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. കിഡ്സ് പൂളും അഡൽറ്റ് പൂളൊക്കെ സെപ്പറേറ്റ് ചെയ്ത നല്ല വലിയ 2 പൂളുകൾ ഉണ്ട്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു കേട്ടോ. റെസ്റ്റോറൻറ്റും ഫുള്ള് നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഫുൾ വുഡൻ ഫർണിച്ചേഴ്സും ടേബിളും ചെയറും ഒക്കെ കംപ്ലീറ്റ് മരമാണ്. സ്റ്റെയറും ഒക്കെ ആയിട്ട് എല്ലാം കൂടി ഒരു രാജകീയ പ്രൗഢി ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലിങ്ങനെ ഒരു തളത്തിലിങ്ങനെ കുറേ വെള്ളവും ഇതൊക്കെ ഇട്ട് കുറേ 2 സൈഡിലും സോഫകളും നല്ല ഒരു ബോർഡും സ്മൈൽ ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ച് ഫുള്ള് നല്ലൊരു ആംബിയൻസ് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഫുഡ് കേട്ടോ. ഒരുപാട് വെറൈറ്റി സ്പ്രെഡും ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഐറ്റംസിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ റിസപ്ഷനും നമ്മൾ ആദ്യം റിസപ്ഷനിൽ കയറിയ പോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസും. ഫുള്ളിങ്ങനെ മരങ്ങളും കൊത്തുപണിയൊക്കെ ചെയ്ത കുറേ നല്ല ഭംഗിയുള്ള ലേഡീസിൻ്റെ കുറേ പ്രതിമകളൊക്കെ ഇങ്ങനെ കൊത്തുപണി ചെയ്ത് വെച്ചേക്കാണ് ഫ്രണ്ടിൽ തന്നെ കേട്ടോ. 2 എൻട്രൻസും ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. റിസപ്ഷൻ്റെ എൻട്രൻസും റെസ്റ്റോറൻറ്റും രണ്ടും ഭയങ്കര അടിപൊളിയാണ്. ഫുള്ളിങ്ങനെ ഗാർഡനും കുറേ ഓർക്കിഡ്സൊക്കെ സൈഡിലൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഡെസേർട്ടിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. ഒരു ബ്ലൂബെറി ചീസ് കേക്കും പിന്നെ നമ്മളെ രസഗുളയൊക്കെ പോലെ രാജ് പോലും എഴുതിയതും പിന്നെ ഒരു കോക്കനട്ട് ബർഫിയുണ്ട്. പിന്നെ നമ്മളെ ബദാം പായസം ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ബിരിയാണി, ഇത് നമ്മളൊരു ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയും മട്ടൻ കറിയും എഗ് മസാലയും ഒക്കെ ഉണ്ട്. അവിടത്തേക്ക് ഈ ഹൈദരാബാദി ബിരിയാണിയുടെയൊക്കെ പോലെ ബിരിയാണിയിൽ എല്ലാവരും ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. എഗ് കറിയും ഉണ്ട് മട്ടൻ കറിയും ഉണ്ട് കേട്ടോ. പിന്നെ വേറെ റോട്ടി ഐറ്റംസൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നാനും കുൽച്ചയും തന്തൂർ റോട്ടിയൊക്കെ അതൊക്കെ നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടും. ഇത് പിന്നെ നമ്മുടെ ചിക്കൻ ടിക്കയും ഫിഷ് തവ ഫ്രൈയും ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഒരുപാട് ടൈപ്പ് സാലഡ്സ് ആയിരുന്നു കേട്ടോ. ചിക്കൻ സാലഡ് ഉണ്ട്, വെജ് സാലഡ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് സാലഡ് ഉണ്ട്. പിന്നെ സൂപ്പ്, ചിക്കൻ സൂപ്പുണ്ട്, പിന്നെ പംകിൻ സൂപ്പുണ്ട്, വെജുകാർക്ക് വെജ് സൂപ്പുണ്ട്. പിന്നെ രസം വേണമെങ്കിൽ ചോറും രസവും ഒക്കെ കഴിക്കാനാണ് തോന്നണമെങ്കിൽ രസവും നമ്മൾ സാധാരണ ഉള്ള സ്റ്റീംഡ് റൈസ് പ്ലെയിൻ റൈസും ഉണ്ട്. പിന്നെ ഇവരുടെ ക്യാബേജ്, ഈ ചോറിൻ്റെ കൂടെ വെറും ചോറും രസമൊക്കെ കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു ക്യാബേജ് തോരൻ കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഒരു സ്പെഷ്യൽ ഐറ്റം, കടമ്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ കൂറുകാരുടെ സ്പെഷ്യലായിട്ടുള്ള പുട്ടാണ്. നമ്മുടെ പുട്ട് പോലെയല്ല, ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് സ്റ്റീം ചെയ്തിട്ടുള്ളൊരു പുട്ടാണ്. നമ്മളെ പുട്ടിനേക്കാൾ കുറച്ചും കൂടി ഒരു കട്ടിയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു വെജ് കറിയും ഉണ്ട് കേട്ടോ, ഒരു മിക്സഡ് വെജ് കറി. ഇതാണത്ര അതിൻ്റെ കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. ഇത് പിന്നെ പംകിൻ സൂപ്പ്, ഒരു വെജ് സൂപ്പാണ്. പിന്നെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ പല സാലഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് പൈനാപ്പിൾ സാലഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റം സാലഡ്സ് തന്നെ ഉണ്ട് കേട്ടോ. കുറേ ചിക്കണും മിക്സ്ഡ് വെജും നോൺ വെജും ഒക്കെ ഉണ്ട്. പിന്നെ കേർഡ് പ്ലെയിനും അങ്ങനെ അസോർട്ടഡും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതുണ്ടോ ഗ്രിൽഡ് പൈനാപ്പിൾ സാലഡ് ഉണ്ട്, നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഗ്രിൽഡ് പൈനാപ്പിൾ സാലഡ്. പിന്നെ 2 ടൈപ്പ് പപ്പടം, പിന്നെ ഇങ്ങനെ ഒരു വെജ് ഫ്രൈസ് പോലെ ഒരു റാഡിഷ് പോലൊരു സാധനം നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നീളത്തിൽ ഇങ്ങനെ മുക്കി പൊരിച്ചേക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ബേബി കോൺ കൊണ്ട് ചില്ലി ബേബി കോൺ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളൊരു ഗോബി മഞ്ചൂരിയനും ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെയൊക്കെ പോലത്തെ ടേസ്റ്റ് ബേബി കോണുണ്ട്. അപ്പോൾ കൂടുതൽ ഹെൽത്തിയുമാണ്. പിന്നെ കുറേ വെജിറ്റബിൾ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. ഈ മക്ക ഈ ദിങ്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒക്കെ കുറച്ച് പനീറും മഷ്റൂമൊക്കെ ഉണ്ട് ഇതിനകത്ത്. മഷ്റൂമൊക്കെ ഉള്ള ഒരു മിക്സഡ് കുറേ വെജിറ്റബിൾ ഡിഷാണ്. അങ്ങനെ കുറേ വെജിറ്റേറിയൻസിന് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ വെജ് ഐറ്റംസ് 1-2 അല്ലേ എല്ലായിടത്തും ഉണ്ടാവാറുള്ളൂ. ഇത് വെജും നോൺ വെജും ഒക്കെ ആയിട്ട് ഭയങ്കര ലാവിഷായിട്ടുള്ള ഗ്രാൻഡ് ഡിന്നറായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം. എല്ലാം നമുക്ക് കഴിക്കാണ്ട് വിടാൻ തോന്നില്ല. പിന്നെ ദാൽ കറി ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബിരിയാണിയും കുറച്ച് ചിക്കണും ഫിഷും ഒക്കെ എടുത്തു. പിന്നെ പംകിൻ സൂപ്പ് ട്രൈ ചെയ്തു, കുറച്ച് സാലഡ്സൊക്കെ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നാനൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ബട്ടർ നാനൊക്കെ ഓർഡർ ചെയ്ത് അവർ നമുക്ക് ടേബിളിലേക്ക് സെർവ് ചെയ്യും. പിന്നെ കുറച്ച് ചിക്കൻ ടിക്കയൊക്കെ എടുത്തു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ ടിക്കയൊക്കെ ഗ്രില്ല് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല സ്പൈസി, നല്ല മസാലയും അതുപോലെ തന്നെ ഫിഷ് തവ ഫ്രൈയും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ.
അങ്ങനെ നല്ല ഫുഡാണ്. അപ്പോൾ ഈ കൂർഗ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണവർ എന്തായാലും ഇത് കുഴപ്പമില്ലാത്തൊരു റിസോർട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൂർഗ് ക്ലിഫ് റിസോർട്ട് കേട്ടോ, ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നല്ലതാണ്, വളരെ നല്ലതാണ്. ഒരു നല്ല എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. മോർണിംഗിൽ ഒരു എസ്റ്റേറ്റ് വാക്കൊക്കെ ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഗൈഡ് നമ്മളെ കൂടെ വരും. രാവിലെയും വൈകുന്നേരവും ഡെയിലി ഉണ്ട്. അതുപോലെ പൂളുണ്ട്, എന്നും വൈകുന്നേരം ക്യാമ്പ് ഫയർ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മട്ടൺ കുറുമി എടുത്തു, എഗ് മസാല എടുത്തു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറേശ്ശെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. സാലഡുകളൊക്കെ എടുത്തു, ഇച്ചിരി ബിരിയാണി എടുത്തു. ബിരിയാണി ശരിക്കും ആ ലോങ് റൈസിൻ്റെ, ബസ്മതി റൈസിൻ്റെ ഒരു ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കടമ്പുട്ട് എന്തായാലും ട്രൈ ചെയ്യണമല്ലോ. ഈ കൂർഗ് സ്പെഷ്യൽ സാധനമല്ലേ, നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ കടമ്പുട്ടും അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയുണ്ട്. ഈ കടമ്പുട്ടിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. അപ്പോൾ അതുമൊക്കെ കുറച്ച് അതിൻ്റെ മുകളിൽ കൂടി വെച്ച് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആ വെജ് കറിയും ആ കടമ്പുട്ടും സംഭവം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ പൊട്ടാൻ തോന്നണോ കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. കാരണം ഇത് ഇങ്ങനെ ബോളാക്കിയതുകൊണ്ടേ കുറച്ച് കട്ടി കൂടുതലാണ്. നമ്മുടെ പുട്ട് കുറച്ചും കൂടി സോഫ്റ്റ് അല്ലേ, അത്ര സോഫ്റ്റ്നെസ് ഇല്ല, കുറച്ച് ഒരു തിക്നെസ് ഇതിന് കൂടുതലാണ്. അങ്ങനെ എല്ലാം കൂടി നമ്മളൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഈ ചില്ലി ബേബി കോൺ സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന ആ ചില്ലി ഗോബി ഇല്ലേ, അതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഈ ചില്ലി ബേബി കോൺ. അതുപോലെ തന്നെ ഇതെങ്ങനെ ഫ്രഞ്ച് ഫ്രൈനേക്കാളും ഹെൽത്തി ആയിട്ട്, പൊട്ടറ്റോ വെറും സ്റ്റാർച്ച് അല്ലേ, ഇവർ റാഡിഷ് പോലത്തെ ഒരു സാധനമാണ് ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കോട്ടിങ് ഒക്കെ ആയിട്ട് പൊരിച്ചേക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാനൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാതും കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനും ഈ കടമ്പുട്ട് കറിയൊക്കെ ചേർത്ത് ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കാം. മട്ടൻ കറിയുടെ കൂടെയൊക്കെ ഒന്ന് നമ്മൾ നല്ല രസമാണ് കോമ്പിനേഷനാക്കിയൊക്കെ മിക്സാക്കി നോക്കിയിട്ട്. അത് വെജ് കറി മാത്രമല്ല, ആദ്യം ഇവരുടെ ട്രഡീഷണൽ തന്ന വെജ് കറിയുടെ കൂടെ ഒന്ന് കൂട്ടി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഈ വെജ് കറിയിൽ എന്തൊക്കെയോ കുറേ മഷ്റൂമിൻ്റെ പീസൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. മഷ്റൂമൊക്കെ പോലെ കട്ടിയുള്ള ഒരു വെജിറ്റബിൾസൊക്കെ 1-2 കിടക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കൂട്ടിയൊന്ന് കഴിച്ച് നോക്കി. എനിക്ക് ആ കറി അത്ര വലിയ ഇഷ്ടമായതൊന്നുമില്ല. നമ്മുടെ സാധാരണ ഒരു മിക്സഡ് വെജിറ്റബിൾ കുറുമയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മുടെ മട്ടൻ കറിയുടെ കൂടെ കഴിച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുറച്ചും കൂടി ഭേദമാണ്. നമുക്ക് എന്തായാലും ആ മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടണും. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നമ്മളെ പുട്ടും മട്ടണൊക്കെ കഴിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു ടേസ്റ്റ് കിട്ടി കേട്ടോ. അങ്ങനെ സംഭവം രസമായിരുന്നു. അങ്ങനെ നല്ല ഒരു ഗ്രാൻഡായിട്ടുള്ള ഡിന്നറും ഒക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കൂർഗൊക്കെ ഒന്ന് കാണാനുള്ള പരിപാടി കേട്ടോ. ഗോൾഡൻ ടെമ്പിളും അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഗോൾഡൻ ടെമ്പിളും ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കൂർഗിൽ കാണാനുള്ളത്. ഈ ചിക്കൻ ടിക്ക അതുപോലെ നന്നായി വെന്തിട്ടുണ്ട്, ഉള്ളിൽ വരെ വെന്തിട്ടുണ്ട്. നല്ല മസാലയും നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ്ലി വെന്തിട്ടുണ്ട്. പിന്നെ ഈ സാലഡും അതെ നല്ല രസമുണ്ട് കേട്ടോ. ചിക്കൻ ഇങ്ങനെ ചെറിയ സ്ട്രിപ്സ് ആക്കി വെജിറ്റബിൾസും എന്തൊക്കെയോ കുറേ സോസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു കിടിലൻ സാലഡാണ് കേട്ടോ. സംഭവം നല്ല രസമുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി കഴിയാൻ ഒരു വയറല്ലേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. പിന്നെ ഈ നമ്മൾ ഗ്രിൽഡ് പൈനാപ്പിൾ സാലഡ് അതൊന്ന് ടേസ്റ്റ് ചെയ്തു. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. പൈനാപ്പിൾ അത് അവരാദ്യം ഗ്രില്ല് ചെയ്തിട്ട് പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ച് ഒരു സാലഡാക്കി വെക്കാണ്. പിന്നെ പംകിൻ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച്, വെജ് പംകിൻ സൂപ്പ് സംഭവം രസമുണ്ട്. പംകിൻ്റെ ചെറിയ പീസസ്, വേറെയും കുറേ വെജിറ്റബിൾസൊക്കെ മിക്സഡായിട്ട് കുറേ വെജിറ്റബിൾസൊക്കെ, ഇതൊക്കെ പംകിനാണ് കണ്ടോ. അതിലുണ്ട് ക്യാരറ്റിൻ്റെ പീസുണ്ട്, പംകിൻ്റെ പീസുണ്ട്. സംഭവം ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ഉപ്പ് രസമൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റം. അങ്ങനെ നമ്മൾ നാനൊക്കെ വന്നു, ബട്ടർ നാൻ വന്നു. ബട്ടർ നാനും മട്ടൻ കറിയും ചിക്കണും എഗ് റോസ്റ്റും ഒക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. സംഭവം അതൊക്കെ രസമുണ്ട്, നല്ല സോഫ്റ്റുമാണ്, നല്ല ഫ്രഷ്ലി അപ്പം ഉണ്ടാക്കി തരണം. ഞാനൊന്നും തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ അവർ ആദ്യം തന്നെ സെർവ് ചെയ്യുന്നൊന്നുമില്ല. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം റോട്ടി, നാന്, കുൽച്ച എന്ത് വേണമെങ്കിലും നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മളെ ടേബിളിൽ എത്തിക്കും. അപ്പോൾ അതെല്ലാം കൂട്ടി ഞങ്ങൾ ഗ്രാൻഡായിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ അവസാനം ഡെസേർട്ടിലേക്കും കിടന്നു, കുറച്ച് പപ്പടമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. ഡെസേർട്ടിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു, വേണ്ടവർക്ക് ഐസ്ക്രീം. കുട്ടികളൊക്കെ കഴിച്ചു. ഐസ്ക്രീം ഒന്നും കഴിക്കേണ്ട, കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഖീർ കഴിച്ചു, കോക്കനട്ട് ഹൽവ കഴിച്ചു. ബദാം ഖീർ സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ബദാമും കുറേ കാഷ്യൂ ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ബദാമിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്, ബദാം അതിൽ അരച്ച് ചേർത്തേക്കാൻ തോന്നുന്നു. കോക്കനട്ട് ഹൽവയും നല്ല രസമുണ്ട്, പക്ഷേ ഒരുപാട് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര മധുരമാണ്. അപ്പോൾ ഒരു സ്പൂണൊക്കെ 2-3 സ്പൂണൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മടുക്കും. ഇത് പിന്നെ നമ്മൾ രസഗുള പോലെ ഒരു സാധനം, രാജ് ഭോഗ് എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്, യെല്ലോ കളറാണ്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഏകദേശം രസഗുള പോലെ തന്നെ, പക്ഷേ ഒരു യെല്ലോ കളറാണെന്നേ ഉള്ളൂ. പിന്നെ ഈ ബ്ലൂബെറി ചീസ് കേക്ക് അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ക്രീമിയും ഭയങ്കര വായിലിടുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകണ പോലത്തെ ഒരു ടേസ്റ്റ്. നല്ല അങ്ങനെ ഡെസേർട്ടൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി ടേബിളിലേക്ക് തന്നെ പോയിട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ തുടങ്ങിയത് കോക്കനട്ട് ഹൽവയെന്നാണ്. നിറയെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഭയങ്കര റിച്ച് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്, കോക്കനട്ട് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാവും.
അങ്ങനെ ഒരു 2-3 സ്പൂണൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് മസ്താകുന്ന വിധത്തിലുള്ള മധുരം ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടും വല്ലാണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ മാംഗോ ഐസ്ക്രീം അതൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ കുട്ടികളുടെ അടുത്തിരുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി മാംഗോ ആണ്. ഒരു അൽഫോൺസ മാംഗോ ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ബദാം ഗീറാണ് കേട്ടോ. നിറയെ അണ്ടിപ്പരിപ്പൊക്കെ അതിൽ വിട്ടിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ്, ബദാമിൻ്റെയും കുങ്കുമത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അതൊരു 2 കപ്പ് എന്തായാലും കഴിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ രാജ്ഭോഗ്, രസഗുള പോലത്തെ രാജ്ഭോഗ് ടേസ്റ്റ് ചെയ്തു. അത് ഏകദേശം രസഗുളയുടെ അതേ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ഒരു മലായിയുടെയൊക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട്. ആ യെല്ലോ കളറിൽ ഒരു കുങ്കുമത്തിൻ്റെയും മലായിയുടെയൊക്കെ ഒരു ഫ്ലേവർ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് രസഗുളയേക്കാൾ കൂടുതലായിട്ട്. പിന്നെ നമ്മുടെ ബ്ലൂബെറി കേക്ക് കഴിച്ചു. അതും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നടുക്കൊരു ലെയറും കൂടി ബ്ലൂബെറിയും അടിയിലും മുകളിലും ഒക്കെ ബ്ലൂബെറിയാണ്. അങ്ങനെ കീറ് നമ്മൾ കംപ്ലീറ്റ് കഴിച്ചു. പിന്നെ ഈ മെയിൻ കോഴ്സുകളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊരു ചാട്ട് കൗണ്ടറും കൂടി ഉണ്ട് കേട്ടോ. ചാട്ട് കൗണ്ടറിൽ അന്നത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത് സമൂസ ചാട്ടാണ്. ഓരോ ദിവസവും ഓരോരോ ചാട്ട് ഐറ്റംസ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് കിട്ടിയത് പാനിപൂരി ആയിരുന്നു കേട്ടോ. കുറേ കുട്ടി മിനി സമൂസാസൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറേ ഉള്ളി, അരിഞ്ഞിട്ട ഉള്ളിയും തക്കാളിയും പിന്നെ 2-3 ടൈപ്പ് സോസും ഒരു ഗ്രീൻ ചട്നിയും ഒരു മയണൈസിൻ്റെയൊക്കെ പോലത്തെ ഒരു വൈറ്റ് ചട്നിയും കുറച്ച് പുതിനയുടെയും മല്ലിയുടെയും മല്ലിയിലയൊക്കെ ഇട്ട് അങ്ങനെ ഫുള്ള് അടിപൊളിയാക്കിയിട്ട് തന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. വയറ്റിലധികം സ്ഥലമൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് ഇത് മിസ്സാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചു കേട്ടോ. കുറച്ച് ചാട്ട് മസാലയും ഒക്കെ ഇട്ട് നല്ല ഒരു ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ സമൂസ ചാട്ട് കിട്ടിയിട്ടാണ്. കാണാനും തന്നെ നല്ല അടിപൊളിയാണ് കണ്ടോ. ഗ്രീൻ ചട്നി, വൈറ്റ് ചട്നി, 2-3 ടൈപ്പ് ചട്നികളൊക്കെ ഒഴിച്ചാണ് തന്നത്. ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. കാണുമ്പോൾ കുറേ കുട്ടി കുട്ടി സമൂസകൾ അവർ കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ടുണ്ട്. ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കഴിച്ചു. സംഭവം നല്ല രസമാണ് കേട്ടോ. അപ്പോൾ തോന്നി കുറച്ച് ഫുഡൊക്കെ കുറച്ച് ചാട്ട് കുറച്ച് കൂടുതൽ കഴിക്കായിരുന്നു എന്നൊക്കെ തോന്നി കേട്ടോ. കാരണം സംഭവം നല്ല രസമാണ്. സമൂസ ചാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പാനിപൂരിയും ബേൽപൂരിയൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ സമൂസ മുറിച്ചിട്ടിട്ടുള്ള സമൂസ ചാട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. കുറച്ച് തൈരും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ദഹിയൊക്കെ കുറച്ച് ഒഴിച്ചിട്ട് ഒരു ചെറിയ പുളിപ്പും എരിവും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് പോണ വഴി പാർക്കുണ്ടല്ലോ, പാർക്കിലൊക്കെ കുറച്ച് നേരം കുട്ടികൾ കളിച്ചു. ഇഷ്ടംപോലെ നല്ല നീളത്തിലാടുന്ന ഊഞ്ഞാലയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതാണ് ഇവിടെയുള്ള ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അന്ന് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. ക്യാമ്പ് ഫയറിൻ്റെ ഏരിയയ്ക്ക് രാത്രി ആയതുകൊണ്ട് തീരെ വെളിച്ചുണ്ടായിരുന്നില്ല അന്ന് എടുത്തത്. അപ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ട് ഞാനിത് കാണിച്ചു തരാണ്. ഇങ്ങനെ നടുക്കാണ് ക്യാമ്പ് ഫയർ ഉണ്ട്. എല്ലാ ദിവസവും രാത്രി ഒരു 7 to 8 ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് ഡാൻസും ഗെയിംസൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ് സോണ്. ജിമ്മും പ്ലേ ഏരിയ, ഇൻഡോർ പാർക്കൊക്കെ ഇതിലാണ്. ഇതിൻ്റെ താഴെ തന്നെ ഒരു പാർട്ടി ഏരിയ ഉണ്ട് കേട്ടോ. ഒരു 200 പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റി, ഇരുന്ന് ഫുഡ് കഴിക്കാനും പിന്നെ കുറച്ച് ലൈവ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ലൈവ് കൗണ്ടറും ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉള്ള ഒരു ഈവൻ്റൊക്കെ നടത്താൻ പറ്റിയ തരത്തിലുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത്. ഒരു 200 പേരുടെയൊക്കെ ഒരു പാർട്ടി, എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് പാർട്ടിയോ വെഡ്ഡിങ്, ചെറിയ തോതിലുള്ള വെഡ്ഡിങ്ങോ ബർത്ത്ഡേ പാർട്ടികളോ അങ്ങനത്തെയൊക്കെ പാർട്ടി ഓർഡേഴ്സും കാറ്ററിങ്ങും ഒക്കെ അവർ തന്നെ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള പാർട്ടി ഹോളും ഉണ്ട്. അവിടുന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിയാലാണ് അവരുടെ ഇൻഡോർ പാർക്ക്. അതിലിങ്ങനെ ടിയുടെ ബോർഡുണ്ട്. അതുപോലെ തന്നെ കുറേ ക്യാരംസ്, ചെസ്സ്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് എൻജോയ് ചെയ്ത് കളിച്ച്. കുട്ടികൾക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഫുട്ബോൾ. 2 ടീമായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ബോൾ തട്ടി ഗോൾ അടിക്കുന്നത്. രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം കുട്ടികളൊക്കെ നിന്ന് കളിച്ചു. പിന്നെ കുറച്ച് ടിയും ചെസ്സും ക്യാരംസും ഒക്കെ കളിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഹോളിലാണ് കേട്ടോ ജിമ്മ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കുറേ ഇരിക്കാനും ഒക്കെ സ്പേസ് ഉണ്ട്. 2 വലിയ ടി ബോർഡുണ്ട്. അതുപോലെ തന്നെ ക്യാരംസൊക്കെ 2 ഉണ്ട്. ഒരെണ്ണമല്ല, ഇനിയിപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കളിക്കാം കേട്ടോ. ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്താനോ ഒരു ചെറിയ ഈവൻറ്റ് നടത്താനോ ഒക്കെ പറ്റിയൊരു സ്പേസും ഒക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ജിം കേട്ടോ. അതിൽ തന്നെ ട്രെഡ്മില്ലും സൈക്കിളും അത്യാവശ്യം വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ വലിയ 2 പൂളുണ്ടെന്നുള്ളതാണ് ഇവരുടെ വലിയൊരു പ്ലസ് പോയിൻറ്റ്. 2 പൂള്, ഒന്നല്ല. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണി എന്നുള്ള ആ പുറത്തേക്കുള്ള വ്യൂ. രാത്രി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, പകൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, മോർണിംഗിൽ എന്തൊരു ഭംഗിയാണ് നോക്കൂ. ഫുള്ളിങ്ങനെ ആകാശവും മലകളും കാടും മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഭയങ്കര കിടിലൻ വ്യൂ ആട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ എണീക്കാൻ തോന്നില്ല ആ ബാൽക്കണിയിൽ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാൽക്കണിയാണ്. നല്ല തണുത്ത കാറ്റും കിളികളുടെ ശബ്ദവും ഒക്കെ നന്നായി കേൾക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ മലയും മരങ്ങളും ഒക്കെ ഇങ്ങനെ ക്ലോസപ്പായി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ തിങ്ങി നിൽക്കുന്ന മരങ്ങളാണ്. കുറേ മരങ്ങളിങ്ങനെ ഫുള്ള് ചുവന്ന ഇലകളുമായിട്ട്, ആ റെഡ് നമ്മൾ പോരുന്ന വഴി കുറേ കണ്ടിരുന്നു. അതേ ആ മരങ്ങളൊക്കെ നിറയെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നല്ല അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ബാക്കി നാളെ പറയാം.